എംപതിയെ പറ്റി നമ്മളെല്ലാവരും ഒരുപാട് ഡിസ്കസ് ചെയ്യുന്ന ഒരു കാര്യമാണല്ലേ. പലപ്പോഴും നാർസിസ്റ്റിക് ആയിട്ടുള്ള റിലേഷൻഷിപ്സിൽ ആ ഒരു എംപതി ഇല്ല എന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയാറുമുണ്ട്. കുറച്ചും കൂടി വ്യക്തതയോടുകൂടി ഈ ഒരു എംപതി എങ്ങനെയാണ് നാർസിസ്റ്റിക് ആയിട്ടുള്ള ഒരു വ്യക്തി മനസ്സിലാക്കുന്നത്, നമ്മൾ കാണിക്കുന്ന ഒരു എംപതി നാർസിസ്റ്റിക് ആയിട്ടുള്ള വ്യക്തി എങ്ങനെയാണ് ട്രാൻസ്ലേറ്റ് ചെയ്ത് തിരിച്ചറിയുന്നത്, ആ ഒരു കാര്യത്തിലാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത്. അത് തിരിച്ചറിയുന്നത്, അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എങ്ങനെ അതിൽ വർക്ക് ചെയ്യാം, എങ്ങനെ അതുമായിട്ട് മുന്നോട്ട് പോകാം എന്നുള്ളതിൽ ഒരുപാട് സഹായിക്കുന്ന ഒരു കാര്യമാണ്. കൂടുതലായിട്ട് ആ ഒരു എംപതി എങ്ങനെ നാർസിസ്റ്റിക് ആയിട്ടുള്ള ആ ഒരു വ്യക്തി ഉപയോഗിക്കുന്നു, എന്താണ് അത് റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്ന ഡൈനാമിക് എങ്ങനെയാണ്, നമുക്കതിനെ എങ്ങനെ റെഗുലേറ്റ് ചെയ്യാൻ പറ്റും, എങ്ങനെ നമുക്ക് അവിടെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് നാവിഗേറ്റ് ചെയ്യാൻ പറ്റും, ഇന്ന് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ സംസാരിക്കാം. എല്ലാവർക്കും ബോധിയിലേക്ക് സ്വാഗതം. അബ്യൂസീവ് ആയിട്ടുള്ള എലമെൻസിനെ പറ്റിയും പേഴ്സണാലിറ്റി ട്രേറ്റ്സിനെ പറ്റിയിട്ടൊന്നും അത്ര തന്നെ അവയർനെസ് നമുക്കില്ല, നമ്മളെപ്പോഴും പറയുന്നൊരു കാര്യമാണല്ലേ. അതിലേക്ക് അവയർനെസ് ഡെവലപ്പ് ചെയ്യുന്നത് വഴി തന്നെ നമുക്ക് മുൻപിലേക്ക് പോകുമ്പോൾ കുറച്ചും കൂടി സെൽഫ് അവെയർ ആയിട്ടും കുറേയും കൂടി മെൻ്റലി ഹെൽത്തി ആയിട്ട് മുന്നോട്ട് പോകാനും അതിനനുസരിച്ചുള്ള ഡിസിഷൻസ് എടുക്കാനും ചോയ്സസ് എടുക്കാനും നമ്മളെ സഹായിക്കും എന്നുള്ളതിന് സംശയമില്ല. ഈ ഒരു കാര്യത്തിലേക്ക് വേണ്ടിയിട്ടാണ് ബോധി ക്ലിനിക്കിൻ്റെ എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസും വർക്ക് ചെയ്യുന്നത്. നമുക്ക് യൂട്യൂബിൽ മാത്രമല്ല ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും പേജസ് ഉണ്ട്, വിസിറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലല്ലോ. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. പലപ്പോഴും നമ്മൾ സംസാരിക്കുന്ന നാർസിസവുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് എംപതി എന്നുള്ളത്. നമ്മൾ പറയാറുണ്ടല്ലേ, എങ്ങനെയാണ് നാർസിസ്റ്റിക് ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് എംപതി ഇല്ലാത്തത് അല്ലെങ്കിൽ എംപതി കുറവായിട്ടുള്ളത്, എന്താണ് നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ എന്നുള്ളതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നൊരു കാര്യമാണ്. ഈ ഒരു വീഡിയോയിൽ നമുക്ക് സംസാരിക്കുന്നത് നമ്മുടെ എംപതിയെ പറ്റിയിട്ടാണ് അല്ലേ. സോ എന്താണ് എംപതി എന്ന് പറയുമ്പോൾ വളരെയധികം കൺഫ്യൂസിങ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് എംപതി എന്നുള്ളത്. നമ്മൾ വിചാരിക്കും ഒരാളോട് അയ്യോടാ പാവം എന്ന് പറയുന്നതിനെ എംപതിയായിട്ട് പലപ്പോഴും വിചാരിക്കാറുണ്ട് അല്ലേ. പലപ്പോഴും കുറച്ചും കൂടി എക്സ്പ്ലെയിൻ ചെയ്യാനും മനസ്സിലാക്കാനും ബുദ്ധിമുട്ടുള്ള ഒരു ടോപ്പിക്കാണ് എംപതി എന്ന് പറയുമ്പോൾ. എംപതിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മുൻപ് 2 വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഐക്കാർഡിലുണ്ട്, കാണാനായിട്ട് മറക്കരുത്. എംപതി എന്ന് പറയുമ്പോൾ ഇറ്റ്സ് നോട്ട് ജസ്റ്റ് അത് മനസ്സിലാക്കുക എന്നുള്ളത് മാത്രമല്ല, അല്ലെങ്കിൽ അത് അറിയുക എന്നുള്ളതല്ല. ലോജിക്കൽ ബ്രെയിൻ വെച്ച് ഓക്കെ ഇപ്പം അയാൾക്ക് വിഷമാവാൻ സാധ്യതയുണ്ട് എന്ന് ചിന്തിക്കുന്നതിനല്ല നമ്മൾ എംപതി എന്ന് പറയുന്നത്. റിയൽ ആയിട്ടുള്ള എംപതി എന്ന് പറയുന്നത് എഫക്റ്റീവ് ആയിട്ടുള്ള കമ്പോണൻ്റ് ഉള്ളതാണ്. എഫക്റ്റീവ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇമോഷണൽ ആയിട്ടുള്ള കമ്പോണൻ്റ് ഉള്ളതാണ്. അതായത് എംപതിക്ക് ഒരു അഗ്രിയബിൾ പാർട്ടുണ്ട്. അഗ്രിയബിൾ പാർട്ട് എന്ന് പറയുന്നത് ഓയ്യോ ആ വ്യക്തിക്ക് ഇപ്പം അങ്ങനെ ആയിരിക്കുമല്ലേ ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കുക, കാരണം ഞാനാണ് ആ സാഹചര്യത്തിൽ എന്നുണ്ടെങ്കിൽ എനിക്കും അങ്ങനെ ഫീൽ ചെയ്തേനെ. സോ അങ്ങനൊരു സാഹചര്യത്തിലൂടെ പോകുമ്പോൾ അയാൾക്കും അങ്ങനെ ആയിരിക്കുമല്ലേ ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കുക എന്ന് നമുക്ക് അയാളുടെ ഫീലിങ്ങിലേക്ക് അഗ്രി ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കണം. നമ്മൾ കോഗ്നിറ്റീവായിട്ട് ചിന്താതലത്തിൽ വരുന്ന എംപതി അങ്ങനെയല്ല. നമ്മൾ ഗസ് ചെയ്യുകയാണ്, അയാൾക്കിപ്പോൾ വിഷമമായിരിക്കും, അയാൾക്കിപ്പോൾ സങ്കടമായിരിക്കും, അയാൾക്കിപ്പോൾ ദേഷ്യമായിരിക്കും എന്നുള്ളത്. നമുക്കതിൽ ഉറപ്പില്ല, കാരണം നമുക്ക് അയാളുടെ ഷൂസിൽ നമുക്ക് കാണാൻ പറ്റുന്നില്ല അവിടെ. പക്ഷേ ഇതിലേക്ക് വരുമ്പോൾ അഗ്രിയബിൾ പാർട്ട് എന്ന് പറയുമ്പോഴത്തേക്കും ആ മുൻപിലുള്ള ഒരു വ്യക്തിയുമായിട്ട് നമുക്ക് ഇമോഷണലി അഗ്രി ചെയ്യാൻ സാധിക്കണം. അയാളുടെ സ്പേസിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുന്ന ഒരു സ്പേസിനെയാണ്, അതായത് നമ്മളുടെ ഭാഗമല്ല നമ്മളവിടെ കാണുന്നത്, ആ വ്യക്തിയുടെ ഭാഗമാണ്. അതായത് ഇപ്പോൾ 2 കൂട്ടർ സംസാരിക്കുമ്പോൾ ഞാൻ കാരണം മുൻപിലുള്ള ഒരാൾക്ക് ഹേർട്ടായി എന്നാണ് അയാൾ പറയുന്നതെന്ന് കരുതാം. എന്നോടാണ് അയാൾ അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ എനിക്ക് എങ്ങനെയായിരിക്കും ഫീൽ ചെയ്യുക എന്നെനിക്ക് അയാളോട് അഗ്രി ചെയ്യാൻ പറ്റണം അല്ലേ. അപ്പോൾ ഞാൻ ചെയ്തൊരു കാര്യമാണ് അയാളെ ഹേർട്ട് ചെയ്തതെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് എനിക്ക് ഡിസഗ്രിമെൻ്റ് ആയിരിക്കും വരുന്നത്. പക്ഷേ എംപതി ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ വാദത്തിനോട് ഈ വ്യക്തിക്ക് അഗ്രി ചെയ്യാനായിട്ട് സാധിക്കും. അതായത് സ്വാഭാവികമായിട്ട് എൻ്റെ തെറ്റൊരാൾ പറയുമ്പോൾ നമുക്ക് ഡിസഗ്രി ചെയ്യാൻ തോന്നും, ഞാൻ അങ്ങനെയല്ലല്ലോ പറഞ്ഞു, ഞാൻ ഇങ്ങനെയല്ലേ പറഞ്ഞതെന്ന്. പക്ഷേ ട്രൂലി എംപത്തറ്റിക് ആയിട്ടുള്ള ഒരാൾക്ക് ഉടനടി മറ്റാളോട് അഗ്രിമെൻ്റാണ് ഫീൽ ചെയ്യുക. അതായത് ശരിയാണ്, നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്തത് എനിക്ക് മനസ്സിലാവും എന്നുള്ളൊരു അഗ്രിയബിൾനെസ് ഉണ്ട് അതിനകത്ത്. അതേപോലെ തന്നെ അതിനകത്തുള്ളൊരു കമ്പോണൻ്റാണ് നമുക്ക് ഇമോഷണൽ ആയിട്ടുള്ള സെൻസിറ്റിവിറ്റി എന്നുള്ളൊരു പാർട്ട്. അതായത് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും, പെട്ടെന്ന് നമ്മളങ്ങനെ അയാളോട് പറഞ്ഞപ്പോൾ അയാളുടെ ഹാർട്ടിൽ എന്തായിരിക്കും ഫീൽ ചെയ്തിട്ടുണ്ടായിരിക്കുക, അയാൾക്ക് എത്രമാത്രം മാനസികമായിട്ട് അത് ഡിസ്കംഫേർട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കും. വളരെ എംപത്തറ്റിക് ആയിട്ടുള്ള ആളുകൾ, ഇമോഷണലി സെൻസിറ്റീവ് ആയിട്ടുള്ള ആളുകൾക്ക് ചെറിയ 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 ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ പോലും അവരുടെ ബ്രെയിൻ അത് ക്യാച്ച് ചെയ്യും. പെട്ടെന്ന് അവരുടെ ബ്രെയിൻ അതിനോട് സെൻസിറ്റീവ് ആവും. സോ എംപതി എന്ന് പറയുമ്പോൾ അതിനകത്തേക്ക് ഒരു സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു പാർട്ടും ഉണ്ട്. ഈ പറയുന്ന കാര്യങ്ങളോട് പുറമെ
ഒരു ഓപ്പൺനെസ് എന്നുള്ളൊരു പാർട്ടും അതിനകത്തുണ്ട്. നമുക്ക് കുറച്ചും കൂടി വിശദമായിട്ട് കുറച്ചും കൂടി വിപുലമായിട്ട് ചിന്തിക്കാനും മനസ്സിലാക്കാനും നമുക്ക് സാധിക്കുക എന്ന് പറയുന്ന ഒരു ഓപ്പൺനെസ് പാർട്ടും അതിനകത്തുണ്ട്. സോ ഈ പറയുന്ന കാര്യങ്ങൾ ഒരു എംപതി എന്ന് പറയുന്നതിന് ഇത്രയും കമ്പോണൻസ് വരുന്നുണ്ട്. അല്ലാതെ ജസ്റ്റ് ഒരാളെ നോക്കിയിട്ട് അയ്യോടാ പാവം എന്ന് പറയുന്നതല്ല എംപതി എന്ന് പറയുന്നത്. സോ വളരെയധികം എംപത്തറ്റിക് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ ഈ പറയുന്ന സംഭവങ്ങൾ അവർക്ക് പെട്ടെന്ന് അത് ഫീൽ ചെയ്യും, ഇത്ര പെട്ടെന്ന് അവർക്കത് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ നാർസിസ്റ്റിക് ആയിട്ടുള്ള വ്യക്തിയോട് ഒരു പെയിനെ പറ്റി പറയുമ്പോൾ പെട്ടെന്ന് അവർക്കതും ഫീൽ ചെയ്യും. ഉദാഹരണത്തിന് നാർസിസ്റ്റിക് ആയിട്ടുള്ള വ്യക്തി പറയാണ്, എന്നെ നിങ്ങളങ്ങനെ ഒറ്റപ്പെടുത്തിയില്ലേ, ഞാൻ അവിടെ തനിച്ചായി പോയില്ലേ, എനിക്ക് എത്ര ഹേർട്ടായെന്നറിയാമോ, എനിക്ക് ഇത്രയായെന്നറിയാമോ എന്ന് പറയുമ്പോൾ എംപത്തറ്റിക് ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് അത് ഫീൽ ചെയ്യും, അവർക്കത് റിലേറ്റ് ചെയ്യാൻ പറ്റും, അവർക്ക് തിരിച്ചറിയാൻ സാധിക്കും എന്തുകൊണ്ടാണ് അവരങ്ങനെ പറയുന്നത്. കാരണം എവിടെയൊക്കെ ഉള്ളതുകൊണ്ട് അവർക്കത് മനസ്സിലാക്കാനും ഫീൽ ചെയ്യാനും സാധിക്കുന്നുണ്ടായിരിക്കും. പക്ഷേ നാർസിസ്റ്റിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് ഈ ഒരു എംപതി നമുക്കെതിരെ തന്നെ നമുക്ക് വരുന്നത്? കാരണം മുൻപിലുള്ള ഒരു വ്യക്തിക്ക് ആ ഒരു എംപതിയേ ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഫീലിങ്സിനോട് ഈ രീതിയിൽ തിരിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒരിക്കലും ആ വ്യക്തിക്ക് സാധിക്കില്ല. നമ്മളുടെ ഭാഗത്തു നിന്നുള്ള ഹേർട്ടിനോടോ വിഷമത്തിനോടോ ഫീലിങ്സിനോടോ ഇതേ രീതിയിൽ അഗ്രി ചെയ്തുകൊണ്ടും അതിനോട് സെൻസിറ്റീവ് ആയിക്കൊണ്ടും അതേ രീതിയിൽ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഒരിക്കലും ഈ ഒരു നാർസിസ്റ്റിക് ആയിട്ടുള്ള ആ ഒരു വ്യക്തിക്ക് അവിടെ സാധിക്കില്ല. അങ്ങനെ ഇല്ലാത്തത് കൊണ്ട് തന്നെ അതൊരു തരം ശൂന്യതയാണ് അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് കിട്ടുക. അങ്ങനെ വരുമ്പോൾ ഇങ്ങനെയുള്ള റിലേഷൻഷിപ്സിലേക്ക് വരുമ്പോൾ എംപത്തറ്റിക് ആയിട്ടുള്ള ആളുകൾ നേരിടുന്ന ആദ്യത്തെ പ്രശ്നമാണ് എന്നെ മനസ്സിലാക്കുന്നില്ല, എന്നെ കാണുന്നില്ല, എന്നെ കേൾക്കുന്നില്ല എന്നുള്ളൊരു ഫീലിംഗ്. അതിനേക്കാളും അപ്പുറത്തേക്ക് വരുന്നൊരു കാര്യമാണ് നമ്മുടെ എംപതിയെ എങ്ങനെ നാർസിസ്റ്റിക് ആയിട്ടുള്ള വ്യക്തി യൂസ് ചെയ്യുന്നു എന്നുള്ളത്. ഇന്നത്തെ വീഡിയോൻ്റെ വിശദമായിട്ടുള്ള വിഷയം ഇത് തന്നെയാണ്. നാർസിസ്റ്റിക് ആയിട്ടുള്ള ഒരു വ്യക്തി എങ്ങനെയാണ് നമ്മുടെ എംപതി യൂസ് ചെയ്യുന്നത്. നാർസിസ്റ്റിക് ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് ഈ ഒരു എംപതി ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മുടെ ഭാഗത്തു നിന്നുള്ള ഒരു എംപതി എന്ന് പറയുന്നതിന് ഒരുപാട് അർത്ഥങ്ങളാണ്. അതൊരിക്കലും സ്നേഹമല്ല, അതൊരിക്കലും എംപതിയല്ല. നാർസിസ്റ്റിക് ആയിട്ടുള്ള വ്യക്തി നമ്മൾ മുൻപൊരു വീഡിയോയിൽ പറഞ്ഞ പോലെ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള റൂൾ ബുക്കാണല്ലേ. അതുകൊണ്ട് തന്നെ നമ്മളുടെ റൂൾ ബുക്കിൽ പറയുന്ന കാര്യങ്ങളൊന്നുമല്ല ഈ വ്യക്തിയുടെ ബുക്കിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ വരുന്നത്. അതായത് ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ മലയാളത്തിലിപ്പോൾ എന്താ പറയുക, മാങ്ങ എന്ന് പറഞ്ഞു, ഹിന്ദിയിലേക്ക് അത് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ആം എന്നാണ് പറയുക, ഇംഗ്ലീഷിലേക്ക് അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ മാംഗോ എന്ന് പറയും. അപ്പോൾ ഇംഗ്ലീഷിൽ മാങ്ങ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് എന്തെങ്കിലും അർത്ഥമുണ്ടോ? ഇല്ല, അതൊരു ശബ്ദം മാത്രമാണ്. പക്ഷേ മാംഗോ എന്ന് പറഞ്ഞാലാണ് ഇംഗ്ലീഷിൽ അതിനർത്ഥം വരുള്ളൂ. അതുപോലെ തന്നെ ആം എന്ന് പറയുമ്പോൾ ഹിന്ദിയിലാണ് അതിനർത്ഥം വരുന്നുള്ളൂ അല്ലേ. അപ്പോൾ ഈ ഒരു രീതിയിൽ കണക്കാക്കുമ്പോൾ ഓരോ ലാംഗ്വേജിലേക്കും ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് പോലെ എംപതിയെ നാർസിസ്റ്റിക് ആയിട്ടുള്ള വ്യക്തി ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് പല രീതിയിലാണ്, പല സാഹചര്യത്തിലും പല പോലെയാണ്. ഏറ്റവും ഒന്നാമതായിട്ട് നാർസിസ്റ്റിക് ആയിട്ടുള്ള വ്യക്തി എംപതിയെ കാണുന്നത് ചില സാഹചര്യങ്ങളിൽ എനേബിളിംഗ് ആയിട്ടാണ്. എനേബിളിംഗ് ആയിട്ടാണെന്ന് പറയുമ്പോൾ എന്താണ്? അതവർക്ക് ഒരു അനുവാദം കൊടുക്കലാണ്. ആ ഒരു അനുവാദം കൊടുക്കുക എന്നുള്ളത് അവർക്ക് കിട്ടുമ്പോൾ വലിയ സന്തോഷമുള്ളൊരു കാര്യമാണ്. ഉദാഹരണത്തിന് നമ്മൾ ഈ ഒരു വ്യക്തിയുടെ പ്രയാസം മനസ്സിലാക്കി നമ്മളവിടെ തിരിച്ചൊന്നും പറയണ്ട എന്ന് കരുതി, അല്ലെങ്കിൽ നമ്മളവിടെ ബൗണ്ടറി സെറ്റ് ചെയ്യണ്ട എന്ന് കരുതി, ഇറ്റ്സ് ഓക്കെ എന്ന് കരുതി. നാർസിസ്റ്റിക് ആയിട്ടുള്ള ഒരു വ്യക്തി അതിനെ കണക്കാക്കുന്നത് എനേബിളിംഗ് ആയിട്ടായിരിക്കും. അതായത് ഈ വ്യക്തി എനിക്ക് എനേബിൾ ചെയ്യുന്നതാണിത്. എനേബിൾ ചെയ്യുന്നതാണെങ്കിൽ ഇതെന്താണ്? എൻ്റെ അവകാശമാണ് അല്ലേ. അതായത് എനേബിൾ ചെയ്യുന്നത് നാർസിസ്റ്റിക് ആയിട്ടുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം സ്നേഹം എന്ന് പറയുന്നത് എനേബിളിംഗ് ആണ്. അതുകൊണ്ട് തന്നെ അത് അവനവൻ്റെ അവകാശമായിട്ടാണ് അവർ കണക്കാക്കുന്നത്. ഉദാഹരണത്തിന് ജസ്റ്റ് ഇമാജിൻ ഈ ഒരു സിറ്റുവേഷൻ, നാർസിസ്റ്റിക് ആയിട്ടുള്ള ഒരു വ്യക്തി നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു കാര്യം ആവശ്യപ്പെട്ടു, നമ്മളപ്പോൾ അവിടെ നോ പറഞ്ഞു. കാരണം അത് ബൗണ്ടറി സെറ്റ് ചെയ്യേണ്ടുന്നൊരു കാര്യമായിരുന്നു, നമ്മൾ നോ പറഞ്ഞു. ഈ വ്യക്തി നമ്മളോട് ഹൂവർ ചെയ്തു, ലവ് ബോംബ് ചെയ്തു, ഭയങ്കരമായിട്ട് വിക്ടിമൈസേഷനൊക്കെ എന്നുള്ള രീതിയിൽ പെരുമാറി. അപ്പോൾ നമുക്ക് അവിടെ ഈ വ്യക്തിയോട് എംപതൈസ് ചെയ്യാനാണ് ഫീൽ ചെയ്യുന്നത്. അയ്യോ പാവം, ഇറ്റ്സ് ഓക്കെ, ചെയ്തു കൊടുത്തേക്കാം, സാരമില്ല, ഇതും കൂടിയല്ലേ പോട്ടെ എന്നുള്ളൊരു മനോഭാവത്തിലേക്ക് നമ്മൾ വന്നു. ആ വ്യക്തിയുടെ വിഷമം മനസ്സിലാക്കി, നമുക്കത് ഫീൽ ചെയ്തു, നമ്മൾ പോട്ടെ സാരമില്ല എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോയി. ഈ ഒരു വ്യക്തിക്ക് അതിനെ എങ്ങനെയാണ് കാണുക? അതായത് നമ്മൾ ആമെന്ന ഹിന്ദിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന പോലെ ഈ വിഷയത്തിനെ നമ്മൾ നാർസിസം ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ എൻ്റെ ഈ കാര്യങ്ങളിലൊക്കെ അയാൾ വീണുപോയി. അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഞാൻ ഈ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എനിക്ക് നടത്തി കിട്ടാൻ പറ്റും. അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് ടൈം ഇങ്ങനെ വരുമ്പോൾ ഞാൻ ഈ രീതിയിൽ പറഞ്ഞാൽ മതി. അപ്പോൾ അയാൾ ഇനിയും അത് തന്നെ ചെയ്തോളും. പിന്നെ ഇതൊക്കെ എൻ്റെ അവകാശങ്ങളായതുകൊണ്ട് തന്നെ ചെയ്യട്ടെ അങ്ങോട്ട്, അതിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ. അപ്പോൾ നോയെ യെസ് ആക്കാനായിട്ട് ഇങ്ങനെ എന്തായാലും സാധിക്കും. അങ്ങനെ പല സന്ദർഭങ്ങളിലും എംപതി എന്ന് പറയുന്നത് എനേബിളിംഗ് ആണ്.
ഇനി രണ്ടാമതായി എമ്പതിക്ക് വരുന്ന ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് സമ്മതമാണ്, പെർമിഷനാണ്. എങ്ങനെയാണ് പെർമിഷനായിട്ട് മാറുന്നത്? ഉദാഹരണത്തിന് നാർസിസ്റ്റിക് ആയിട്ടുള്ള ഒരു വ്യക്തി നമ്മളോട് വളരെ മോശമായിട്ട് പെരുമാറി, വളരെയധികം റൂഡായിട്ട് നമ്മളോട് പെരുമാറി. ഒരു വ്യക്തി കേട്ടാലും ക്ഷമിക്കില്ലാത്ത രീതിയിൽ നമ്മളോട് അത്രയും നെഗറ്റീവായിട്ട് ഈ നാർസിസ്റ്റിക് ആയിട്ടുള്ള വ്യക്തി സംസാരിച്ചു. നമുക്ക് വളരെ ഹേർട്ടായി, നമുക്ക് ഭയങ്കര മനപ്രയാസം തോന്നി, ഭയങ്കര സങ്കടം തോന്നി. നമ്മൾ 2 ദിവസം അങ്ങനെ മുന്നോട്ട് പോയി. കുറച്ച് ദിവസങ്ങൾ അങ്ങനെ കഴിഞ്ഞപ്പോൾ നാർസിസ്റ്റിക് ആയിട്ടുള്ള വ്യക്തി ഇതിൽ അപ്പോളജൈസ് ചെയ്യുന്നില്ല, സോറി പറയുന്നില്ല. ആ വ്യക്തി ഒരിക്കലും നമ്മളോട് നമുക്കുണ്ടായിട്ടുള്ള ഹേർട്ടിനെ അക്നോളജ് ചെയ്യുന്നില്ല. അയാളുടെ രീതികളായിട്ട് മുന്നോട്ട് പോവാണ്. പക്ഷേ ഈ വ്യക്തി നമ്മളോട് മിണ്ടുന്നില്ല, അവനവൻ്റേതായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് പോകുന്നു, തന്നെ കാര്യങ്ങൾ ചെയ്യുന്നു, തനിച്ചിരിക്കുന്നു. കാരണം നമ്മളോട് ഇങ്ങോട്ടേക്ക് വന്ന് മിണ്ടാനായിട്ടുള്ള ഈഗോ പ്രശ്നമൊക്കെ കാരണം ഈ വ്യക്തി ഐസൊലേറ്റ് ചെയ്യുന്നു, മിണ്ടുന്നില്ല, സംസാരിക്കുന്നൊന്നുമില്ല. നമുക്ക് അവിടെ ഈ വ്യക്തിയോട് എമ്പതി ആയിരിക്കും ഫീൽ ചെയ്യുന്നത്. അയ്യോ പാവം, ആരുമില്ലല്ലോ, ഇപ്പം ഞാനും കൂടി മിണ്ടാതിരിക്കുമ്പോൾ എങ്ങനെയാണ്, സാരമില്ല പോട്ടെ എന്ന് കരുതി നമ്മൾ അങ്ങോട്ട് പോയി മിണ്ടുന്നു. സോ നമ്മൾ അങ്ങോട്ട് പോയി മിണ്ടുന്നത് ആ വ്യക്തിയോടുള്ള ഒരു എമ്പതി ഉപയോഗിച്ചിട്ടാണ് അല്ലേ. പാവ ഒറ്റയ്ക്ക് നടക്കുമ്പോൾ അയാൾക്ക് എത്രമാത്രം ഹേർട്ടാവുന്നുണ്ടായിരിക്കും, ഇറ്റ്സ് ഓക്കെ എന്നുള്ള രീതിയിലാണ് നമ്മൾ അങ്ങോട്ട് പോയി മിണ്ടുന്നത്. പക്ഷേ നാർസിസ്റ്റിക് ആയിട്ടുള്ള വ്യക്തി അതിനെ എടുക്കുന്നത് എങ്ങനെയാണ്? എഗെയിൻ നമ്മൾ ആം എന്ന ഹിന്ദിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് പോലെ നാർസിസം ലാംഗ്വേജിലേക്ക് ഇതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ വരുന്നത് കണ്ടോ, അതായത് കുറച്ച് ദിവസം കഴിഞ്ഞു അവളതൊക്കെ മറന്നു അല്ലെങ്കിൽ അവൻ അതൊക്കെ മറന്നു, ഇതൊന്നും വലിയ കാര്യമൊന്നുമല്ല, ഇതൊരു പെർമിഷനാണ്. അതായത് അവൾക്ക് അതൊക്കെ വിട്ട് കളഞ്ഞു, അവൾക്ക് അവളുടെ തെറ്റ് മനസ്സിലായി. എഗെയിൻ നാർസിസ്റ്റിക് ആയിട്ടുള്ള വ്യക്തികൾ സ്വന്തം മിസ്റ്റേക്ക് അഡ്മിറ്റ് ചെയ്യില്ല അല്ലേ. സോ അവളുടെ തെറ്റ് മനസ്സിലാക്കി അവൾ തിരിച്ചു വന്നു അല്ലേ. തിരിച്ചു വന്നതുകൊണ്ട് തന്നെ ഇനി എനിക്കൊരു പെർമിഷനാണ്, ഇനി എനിക്ക് എൻ്റെ പഴയ രീതികളിലേക്ക് തിരിച്ചു പോവാം. സോ പലപ്പോഴും എമ്പതി എന്ന് പറയുന്നത് അവിടെ ഒരു പെർമിഷനാണ്. ഈ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു എക്സാമ്പിളിൽ എടുത്ത് നോക്കുമ്പോൾ അതിന് വേറൊരു ലെയറും കൂടി വരുന്നത് നമുക്ക് നമ്മുടെ തെറ്റ് മനസ്സിലാക്കി എന്നുള്ളൊരു അഡ്മിഷനും കൂടിയാണ് ആ ഒരു എമ്പതി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു എത്ര ട്വിസ്റ്റഡ് ആയിട്ടുള്ള ലോജിക്കാണെന്ന് ആലോചിച്ച് നോക്കിയപ്പോൾ, അതായത് നമ്മൾ വിചാരിക്കുന്ന ആ വ്യക്തി ഒറ്റയ്ക്ക് ഇരിക്കുന്നു, വിഷമിക്കേണ്ടെന്ന് കരുതിയിട്ടാണ് നമ്മൾ അങ്ങോട്ട് പോയി മിണ്ടിയത്. പക്ഷേ ഈ വ്യക്തി അതിനെ എടുക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ നമ്മുടെ തെറ്റ് മനസ്സിലാക്കി, നമ്മളവിടെ ബൗണ്ടറി സെറ്റ് ചെയ്തപ്പോൾ നമ്മൾ ആ വ്യക്തിയോട് നോ പറഞ്ഞു, അത് നമ്മൾ ചെയ്തൊരു തെറ്റാണ്. അതിനോടുള്ള പ്രതികരണം മാത്രമാണ് നാർസിസ്റ്റിക് ആയിട്ടുള്ള വ്യക്തി തിരിച്ച് അബ്യൂസീവായിട്ട് പെരുമാറിയത്. അതിലവിടെ തെറ്റേയില്ല. നമ്മൾ നോ പറഞ്ഞതാണ് നമ്മുടെ ഭാഗത്തു നിന്ന് ഏറ്റവും വലിയ തെറ്റ്. ആ തെറ്റ് മനസ്സിലാക്കി നമ്മളത് അഡ്മിറ്റ് ചെയ്യുകയാണ്, ആ വ്യക്തിയോട് പോയിട്ട് മിണ്ടി സാധാരണത്തെ പോലെ പിന്നെ ആവുന്നതിൽ. സോ നമ്മളുടെ മിസ്റ്റേക്ക് തിരിച്ച് ആ വ്യക്തിയോട് കൂട്ടുകൂടി നമ്മുടെ തെറ്റ് മനസ്സിലാക്കി നമ്മൾ അഡ്മിറ്റ് ചെയ്തു. പിന്നെയും നിങ്ങൾക്ക് പഴയ പോലെ തന്നെ എന്നോട് ഇടപെടാം എന്നുള്ള ഒരു പെർമിഷൻ നമ്മൾ കൊടുക്കുന്നു. ഇതും നമ്മളുടെ എമ്പതിയെ നാർസിസ്റ്റിക് ആയിട്ടുള്ള വ്യക്തി തെറ്റിദ്ധരിക്കുന്നത് പെർമിഷനായിട്ടും ഇതുപോലെ തന്നെ നമ്മളുടെ മിസ്റ്റേക്കാണ് എന്ന് നമ്മൾ അഡ്മിറ്റ് ചെയ്യുന്നതുമായിട്ടാണ്. സോ ആ ഒരു ലാംഗ്വേജ് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ വരുന്ന ഒരു ചേഞ്ച് ഇതാണ്. അവിടെ നമ്മുടെ ഭാഗം ഈ വ്യക്തി കാണുന്നുണ്ടോ? ഒരിക്കലുമില്ല. അവിടെ എനിക്ക് പിന്നെയും ഇങ്ങനെയൊക്കെ തന്നെ ആവാം എന്നുള്ളൊരു പെർമിഷനും കണ്ടോ. അവളുടെ മിസ്റ്റേക്ക് തെറ്റ് മനസ്സിലാക്കി അവൾ തിരിച്ചു വന്നത് കണ്ടോ, അല്ലെങ്കിൽ അവൻ്റെ പ്രശ്നം മനസ്സിലാക്കിയിട്ട് അവൻ എന്നോട് മിണ്ടിയത് കണ്ടോ എന്നുള്ള ഒരു അഡ്മിഷനായിട്ടായിരിക്കും പലപ്പോഴും അതിനെ തെറ്റിദ്ധരിക്കുന്നത്. ഈ ഒരു രീതിയിൽ നോക്കുമ്പോൾ പലപ്പോഴും എമ്പതി എന്ന് പറയുന്നത് നമുക്കെതിരെ തന്നെ യൂസ് ചെയ്യാവുന്ന ഒരു വെപ്പണായിട്ട് മാറാറുണ്ട്. പലപ്പോഴും ഈ പറയുന്ന ആ ഒരു എമ്പതി എന്ന് പറയുന്നത് നമ്മളുടെ ബൗണ്ടറീസ് ഈ രീതിയിലാണ് തകർക്കപ്പെടുന്നത്. നമ്മളുടെ ബൗണ്ടറീസ് അവിടെ കുറച്ചും കൂടി സ്ട്രോങ് ആക്കണമെങ്കിൽ നമ്മൾ എമ്പതറ്റിക് ആവാതിരിക്കുക എന്നുള്ളതല്ല പരിഹാരം, മൈൻഡ്ഫുൾ ആവുക എന്നുള്ളതാണ്. അതായത് എല്ലാ സാഹചര്യത്തിലും എല്ലാ സ്പേസസിലും ഒരേപോലെ ഉപയോഗിക്കാവുന്ന ഒരു സാധനമല്ല എമ്പതി എന്നുള്ളത്. അതിന് ആളും തരവും മനസ്സിലാക്കി വേണം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും എല്ലാത്തിനും. അതിനേക്കാളും ഹെൽപ്ഫുൾ ആവുന്ന ഒരു സ്പേസ് അവിടെ ബൗണ്ടറീസ് എന്നുള്ളതാണ്. സോ അവിടുത്തെ ആ ഒരു ഡൈനാമിക്സിനെ പറ്റി മൈൻഡ്ഫുള്ളായി മാത്രം നമ്മൾ ആ ഒരു എമ്പതി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന റോങ് ആയിട്ടുള്ള ട്രാൻസ്ലേഷൻസ് നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. ഉദാഹരണത്തിന് ആദ്യം പറഞ്ഞൊരു കേസിൽ എമ്പതൈസ് ചെയ്യുക എന്ന് പറയുമ്പോൾ അവർക്ക് ഇഷ്ടമുള്ളത് എന്തോ ആയിക്കോട്ടെ എന്ന് പറയുന്നതിന് പകരം എമ്പതൈസ് ചെയ്യുക എന്നുള്ളത് വേർഡ്സിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഹെൽപ്ഫുള്ളായിരിക്കും. എനിക്കറിയാം നിങ്ങൾക്കിത് ഭയങ്കരമായിട്ട് വിഷമം ഉണ്ടാക്കുന്നുണ്ടെന്ന് എനിക്കറിയാം, പക്ഷേ ഈ കാര്യത്തിൽ എൻ്റെ ഡിസിഷൻ ഇങ്ങനെയാണ്, അത് മാറ്റാനായിട്ട് എനിക്ക് സാധിക്കില്ല എന്ന് പറയുമ്പോൾ നമ്മൾ എമ്പതൈസ് ചെയ്യുന്നുണ്ട്, എന്നാൽ അതിൻ്റെ കൂടെ സ്ട്രോങ് ആയിട്ട് ആ ഒരു ബൗണ്ടറി നമ്മളവിടെ കീപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ തിരിച്ചങ്ങോട്ട് പോയിട്ട് യാതൊരു കാര്യമില്ലാതെ നമ്മളോട് അബ്യൂസ് ചെയ്തതുമായിട്ട് സംസാരിക്കുമ്പോൾ നമ്മളത് അഡ്മിറ്റ് ചെയ്യുന്നു എന്നുള്ള രീതിയിലേക്ക് വരാറുണ്ടല്ലേ. സോ പലപ്പോഴും അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നമ്മളവിടെ തിരിച്ച് യാതൊന്നും സംഭവിച്ചിട്ടില്ലാത്ത രീതിയിൽ പെരുമാറുക എന്നുള്ളത് ഓക്കെ ആയിരിക്കണം എന്നില്ല. എന്നാൽ ചില സിറ്റുവേഷനിൽ നമ്മളത് എടുത്തു പറയുന്നത് ഹെൽപ്ഫുള്ളായേക്കും. അതായത്
ഞാനിപ്പോൾ തിരിച്ച് സംസാരിക്കുന്നു എന്നുള്ളതിൻ്റെ അർത്ഥം നിങ്ങൾ എന്നെ ഹേർട്ട് ചെയ്തു എന്നുള്ളതിൽ വ്യത്യാസം വന്നിട്ടല്ല. നിങ്ങൾ എന്നെ വല്ലാതെ ഹേർട്ട് ചെയ്തിട്ടുണ്ട് ആൻഡ് ദാറ്റ്സ് നോട്ട് ഓക്കെ. എന്നെ അബ്യൂസ് ചെയ്തത് തന്നെയാണ്, അതെനിക്ക് ഒരിക്കലും ഓക്കെ അല്ല എന്നുള്ള രീതിയിൽ പറയേണ്ടതായിട്ട് ചിലപ്പോൾ വന്നേക്കാം. ചിലപ്പോൾ നാർസിസ്റ്റിക് ആയിട്ടുള്ള സ്പേസസിൽ നമ്മളങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നമ്മളെ ഹെൽപ്പ് ചെയ്യില്ല അല്ലേ. സോ അവിടെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ആ ബൗണ്ടറി തന്നെ സ്ട്രിക്റ്റ് ആയിട്ട് കീപ്പ് ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. സോ ബൗണ്ടറീസ് എന്നുള്ളത് നമ്മളെ പലപ്പോഴും എംപത്തറ്റിക് ആയിട്ടുള്ള ആളുകൾക്ക് എവിടെ എംപതി കാണിക്കണം, എവിടെ എംപതി കുറച്ച് നമ്മൾ പിടിക്കണം എന്നുള്ളതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് ബൗണ്ടറീസ് എന്നുള്ളത്. കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണെന്നുണ്ടെങ്കിലും നമ്മൾ ആളും തരവും മനസ്സിലാക്കി സിറ്റുവേഷൻസ് അനുസരിച്ച് നമ്മളുടെ ബൗണ്ടറീസിൽ റിജിഡിറ്റി കൂട്ടുകയോ കുറയ്ക്കുകയോ ഫ്ലെക്സിബിലിറ്റി കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുക എന്നുള്ളതാണ് അവിടുത്തെ പരിഹാരം. ആ ഒരു കാര്യത്തിലേക്ക് എല്ലാവരെയും ഹെൽപ്പ് ചെയ്യുന്ന ഒരു വർക്ക്ഷോപ്പാണ് ബോധി ക്ലിനിക്കിൻ്റെ സ്പീക്കപ്പ് വർക്ക്ഷോപ്പ്. ആ ഒരു സ്പീക്കപ്പ് എന്നുള്ള ആ ഒരു വർക്ക്ഷോപ്പിൽ പങ്കെടുക്കുന്നത് വഴി നിങ്ങൾക്ക് ഈ പറയുന്ന രീതിയിൽ എവിടെ ബൗണ്ടറീസ് വെക്കണം, അതെങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, അതിൻ്റെ റിജിഡിറ്റി ഏത് അളവിൽ വെക്കണം എന്നുള്ളതിനെപ്പറ്റി വ്യക്തമായിട്ടുള്ളൊരു ധാരണ ലഭിക്കും. കൂടുതൽ ഡീറ്റെയിൽസിന് ഈ ഒരു സ്ക്രീനിൽ കാണുന്ന മെയിൽ അഡ്രസ്സിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക. എല്ലാവർക്കും ആ ഒരു എംപതി എങ്ങനെയാണ് നാർസിസ്റ്റിക് ആയിട്ടുള്ള റിലേഷൻഷിപ്സിൽ അബ്യൂസ്ഡ് ആവുന്നത് എന്നുള്ളതിൽ ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഇനിയും അടുത്തൊരു ദിവസം അടുത്തൊരു വിഷയവുമായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.